It's snowing. ഇതാണ് ഓയിബെക് മെട്രോ സ്റ്റേഷൻ. ഇവിടെ പ്രത്യേകിച്ച് മറ്റ് മെട്രോ സ്റ്റേഷൻ്റെ പോലെ ഭയങ്കര ഡിസൈൻസും കാര്യങ്ങളൊന്നും റൂഫിലില്ല. ഭയങ്കര പ്ലെയിനാണ്. പക്ഷേ ഇവിടുത്തെ തൂണുകളൊക്കെ ഭയങ്കര ഫുൾ ഡിസൈൻസൊക്കെ ഉള്ളതാണ്. ഇങ്ങനെ ഫുൾ എന്തൊക്കെയോ പോലെ ഡിസൈൻസൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതായത് ഓരോ മെട്രോ സ്റ്റേഷനും യുണീക്കാണ്. ഇവിടുത്തെ തൂണുകളും മൊത്തം ഇങ്ങനെ പല പല ഡിസൈനുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം അണ്ടർഗ്രൗണ്ട് മെട്രോസ് ആണല്ലോ. സോ ഇവിടെ മൊത്തം ഇങ്ങനെ നമുക്ക് ഒരു എൻഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് ഇങ്ങനെ ഇരുട്ടായിട്ടാണ് കാണുന്നത്. മിങ് ഒറിക് ഇതാണ് ആ മെട്രോ സ്റ്റേഷൻ. ഇവിടെ ഇങ്ങനെ 2 റൂട്ട്സാണുള്ളത് മെട്രോ സ്റ്റേഷനിൽ. ഇവിടെ നമുക്ക് മുകളിലൊക്കെ ഫുള്ള് ഇങ്ങനെ എന്തൊക്കെയോ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രെയിനിലാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ. നമുക്കപ്പോൾ അതിൽ കയറാം. ഇത് ഒട്ടും ആകെ ഒരു 10 സെക്കൻഡൊക്കെ മാക്സിമം ഇത് തുറക്കുള്ളൂ ഡോറ്. നമുക്കപ്പോൾ ഇവിടെ ഇറങ്ങാം. ഇത് തൊട്ടപ്പുറത്തെ മെട്രോ സ്റ്റേഷനാണ്. ഇത് കുറച്ചും കൂടി രസമുണ്ട് കാണാൻ. ഇവിടുത്തെ എല്ലാ പേരും നമുക്ക് ഇത്തിരി വായിക്കാനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയോ പോലെ തോന്നണ കുറേ പേരുകളാണ്. ഈ മെട്രോ സ്റ്റേഷൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ലൈറ്റ്സും തൂണും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഒരു ഫേവറേറ്റ് മെട്രോ സ്റ്റേഷൻ അപ്പോൾ ഇതാണ് ഇപ്പം കണ്ടതിൽ. അപ്പം നമ്മൾ കുറേ മെട്രോ സ്റ്റേഷനിൽ കയറി ഇറങ്ങി അങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നില്ലേ. അപ്പം അതിൽ ഇതൊരു നല്ല രസമുള്ളൊരു മെട്രോ സ്റ്റേഷനാണ്. എല്ലാം രസമുള്ള മെട്രോ സ്റ്റേഷനാണ് ബൈ ദ വേ. അപ്പം നമ്മൾ എസ്കലേറ്ററിലാണ്. എസ്കലേറ്ററിലാണ് നല്ല രസമുണ്ട്. ബോഡോംസോർ മെട്രോ സ്റ്റേഷനിലാണ്. നമ്മളിങ്ങനെ എല്ലാ മെട്രോ സ്റ്റേഷനിലും ഇങ്ങനെ അലഞ്ഞ് നടക്കുക. ഈ മെട്രോ സ്റ്റേഷൻ വേറൊരു ടൈപ്പാണ്. മനസ്സിലാവണല്ലോ എങ്ങനെ പറഞ്ഞു തരണ്ടേന്ന്. ഇവിടെ കണ്ടു സീലിങ്ങിലൊക്കെ ഫുള്ള് ആർട്ട് വർക്കാണ്. ഭയങ്കര ആർട്ടിസ്റ്റിക്കാണ് ഇവിടുത്തെ എല്ലാ ബിൽഡിങ്സും. എല്ലാം ഇങ്ങനെ ഒരു ഡോം ഷേപ്ഡ് അങ്ങനെയാണ്. ഇവിടുത്തെ ലൈറ്റ്സൊക്കെ കണ്ടോ, ഇങ്ങനത്തെ ഒരു പ്രത്യേക ടൈപ്പ് ലൈറ്റ്സാണ്. ഇങ്ങനെ എന്തോ പാത്രം പോലെ ഇരിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ ലൈറ്റ്സും ചെയേഴ്സും ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ചെയേഴ്സ്. അങ്ങനെ ഓരോ മെട്രോ സ്റ്റേഷനിലും ഓരോ തരത്തിലുള്ള സംഭവങ്ങളാണുള്ളത്. ഇവർക്ക് പറ്റുന്ന സ്ഥലങ്ങളിൽ മൊത്തം ഓരോന്നൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിപ്പോൾ ഒരു ബാമ്പു ഒക്കെ പോലെയാണ് ഇവിടുത്തെ കുറേ ടൂൾസൊക്കെ ചെയ്ത് വെച്ചേക്കണത്. ഇതാണ് നമ്മൾ ഇറങ്ങിപ്പോണ വഴി. It's snowing. സ്നോ പെയ്തുകൊണ്ടിരിക്കുക. നൈസ്. നമ്മൾ രാത്രിയൊക്കെ ഫുൾ സ്നോ വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്നോ കെട്ടിക്കിടക്കുന്നുണ്ട്.
ആ അതേ എന്താ ഇവിടുത്തെ മരങ്ങളിൽ മൊത്തം സ്നോ വീണ്. ഇപ്പോഴാണ് ഒരു ക്രിസ്മസി വൈബ് ഇവിടെ ഉണ്ട് കേട്ടോ. തിന്നാൻ തോന്നുന്നു, നല്ലതാണെന്നറിയില്ല. അത് ഫുള്ള് സ്നോയിലിങ്ങനെ മൂടി നിൽക്കണ മരങ്ങളാ. സീ നല്ല രസമുണ്ടല്ലേ. അതിൻ്റെ ഒപ്പം സ്നോ പെയ്യുന്നുമുണ്ട് ചെറുതായിട്ട്. ഇവിടെ ഫുള്ള് സ്നോ. നല്ല രസമില്ല, സ്നോ പെയ്യുന്നുണ്ട്. ഇറ്റ്സ് സ്നോയിങ്, ഫീൽസ് ലൈക്ക് ക്രിസ്മസ്. അത് ടഷ്കൻ ടവർ. ആ അത് ടഷ്കൻ ടവർ. അതിന്റെ പൊക്കത്ത് കയറാൻ പറ്റും തോന്നുന്നുണ്ടല്ലോ അല്ലേ? നമ്മൾ കയറുന്നുണ്ടോ? എന്നാ വേണേ നമുക്ക് പറ്റുവാണെങ്കിൽ കയറാം. ഇപ്പൊ ഫസ്റ്റ് നമുക്ക് പ്ലോവ് കഴിക്കാൻ പോയാലോ, പുലാവ്. നമ്മളിപ്പോ ടഷ്കൻ ടവറിന്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കൊക്കെ ഉണ്ട്. അവിടെ റോളർ കോസ്റ്ററൊക്കെ കണ്ടായിരുന്നു വഴിയിൽ നിന്ന്. പക്ഷെ അത് ഇപ്പം ക്ലോസ്ഡാ. ഇവിടെ നോക്കി എടുത്തിട്ട് നമ്മൾ തെന്നി വീഴും. കാരണം ഇവിടെ മഞ്ഞ് വീണിട്ട് അത് പിന്നെ ചവിട്ടി കഴിയുമ്പോൾ അത് ഐസ് പോലെയായിട്ട് സ്ലിപ്പറിയായി. ഇതിന് പൊക്കത്ത് കയറാൻ പറ്റുമോ? കയറാൻ പറ്റും. ടിക്കറ്റ് എന്തോ റെസ്റ്റോറൻറ്റ് എന്തോ ഉണ്ട്. ഈ ബെഷ്ക്സോൺ എന്ന് പറയുന്നത് ഇവിടെയാണ് ഒരു എന്താണ് വൺ ഓഫ് ദി ബെസ്റ്റ് പുലാവ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ അത് കിട്ടുന്നത്. നമ്മൾ മാപ്പ് നോക്കി അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അറിയില്ല അവിടെ ഉണ്ടോ ഇല്ലയോ, കാരണം അതൊക്കെ നേരത്തെ വരണം കിട്ടണമെങ്കിൽ. നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്, നടന്നിട്ട് എത്താൻ വൈകി. കിട്ടിയാൽ ഭാഗ്യം. നമുക്ക് നോക്കാം. എല്ലാ ആൾക്കാരും ഇറങ്ങിക്കൊണ്ടിരിക്കണ്ട്. കഴിഞ്ഞോന്നറിയില്ല. നമ്മളിപ്പോൾ ഇവിടുത്തെ ഉസ്ബെക്കിസ്ഥാനിലെ ബെസ്റ്റ് പുലാവ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിലാണ്. എന്താ ഇതിൻ്റെ പേര്? ബെഷ്കുസോൺ. പ്രൊനൗൺസിയേഷൻ ഇത്തിരി തെറ്റായിരിക്കും. അതാണ് ഈ സ്ഥലം. ഞാൻ ഈ പേര് സ്ക്രീനിൽ കൊടുക്കാം. ഇവിടെ ഇവർ രാവിലെ തന്നെ തുടങ്ങും ഈ പുലാവ് മേക്കിങ്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് പുലാവ്സ് ഉണ്ടാക്കണേ. പല ടൈപ്പ് പുലാവ്സ് ഉണ്ട്. നമുക്ക് അകത്തേക്ക് കയറുമോ? ഇപ്പം കണ്ടതാണ് ഇവിടുത്തെ ഒതൻറ്റിക് ബ്രെഡ് ഉണ്ടാക്കണേ. അത് അതിൻ്റെ ഉള്ളിലേക്ക് ഫുൾ കയറി നിന്ന പോലെയാണ് ഒട്ടിച്ചൊട്ടിച്ച് വെക്കണേ അതിൻ്റെ ഉള്ളിൽ. ഇതെല്ലാം ഇങ്ങനെ അടച്ചു വെച്ചവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഒരു വലിയ പാത്രത്തിൻ്റെ അകത്ത് ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ബെസ്റ്റ് പ്ലോവ് ഇൻ ഉസ്ബെക്കിസ്ഥാൻ. നമ്മളിപ്പം ആ പ്ലോവ് സെൻറ്ററിൻ്റെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കയറി നമുക്ക് ചായ ഓർഡർ ചെയ്തു. പിന്നെ സാലഡ്, ടൊമാറ്റോ സാലഡ്. ഇത് മറ്റേ സുലൈമാനി പോലെ ആണ് അല്ലേ? അങ്ങനെയാണ്. പഞ്ചസാര അല്ലാതെ സ്വീറ്റ് ഉണ്ട്. സുലൈമാനിയുടെ ടേസ്റ്റും ഉണ്ട്, സ്വീറ്റും. നമ്മളിപ്പം 2
പ്ലേറ്റ് പുലാവ് പറഞ്ഞിട്ടുണ്ട്. അത് എന്തോരം പോർഷൻ ഉണ്ടെന്നറിയില്ല. ഫുഡ് എത്തി. രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് കാടമുട്ടയൊക്കെ ഉണ്ട്, കാണിച്ചു തരാവേ. ഇതെന്താണെന്ന് അറിയില്ല. ഇത് കാടമുട്ട, ഇത് ഹോഴ്സ് മീറ്റ് ആണോ? ഹോഴ്സ് മീറ്റ്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. സെയിം തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. പിന്നെ ഒരു ടൊമാറ്റോ സാലഡ് ഓർഡർ ചെയ്തു. പിന്നെ 2 ചായ. ചായക്ക് ചായ എന്ന് തന്നെ കേട്ടോ ഇവർ പറയണേ. ചായ എന്നല്ല, ചായ. ഇപ്പം നമ്മൾ പുലാവെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ചൂടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങി ഫുൾ തണുപ്പ് ഭയങ്കര കൂടിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ബെഷ്കുസോൺ പുലാവ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ ഒരു പുലാവ് കഴിച്ചായിരുന്നു, പക്ഷെ അതിനേക്കാട്ടിലും നല്ല ടേസ്റ്റ് ഉണ്ട് ഇവിടുത്തെ പുലാവ്. ഇവിടെ ഹോഴ്സ് മീറ്റ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഇട്ട സാധനമായിരുന്നു, പുലാവായിരുന്നു. പക്ഷെ ഇന്നലെ കഴിച്ചില്ല, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ പുലാവ്. നിനക്കോ? പിന്നെ ഇതിൻ്റെ ഒപ്പം ചായയും ഉണ്ട്. ചായ് അങ്ങനെയാണ് ഇവിടെ പറയണത്. അത് ഹണി ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ നല്ല ഒരു ഭയങ്കര സ്വീറ്റായിരുന്നു, നല്ല. അപ്പോൾ ഈ തണുപ്പത്ത് അങ്ങനെ ചൂടോടെ കുടിക്കാനായിട്ട് നല്ല രസമുണ്ട്. നമ്മളിവിടെ 2 ചായ എന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്താൽ ഒരു ജഗ് ഫുൾ അവർ കൊണ്ടുതരും നമുക്ക് ചായ. 2 കപ്പും തരും. അപ്പോൾ അത് മൊത്തം അങ്ങനെ കുടിച്ചു. നല്ല തിരക്കാണ് ഇവിടെ, എപ്പോഴും ഇവിടെ ഭയങ്കര ആളായിരിക്കും. പെട്ടെന്ന് ഇവർ അത്രയും വലിയ പാത്രത്തിലൊക്കെ ഉണ്ടാക്കിയ പുലാവ് ഒറ്റയടിക്ക് തീർന്നു. ദേ ഇതാണ് ബെഷ്കുസോൺ. അപ്പം നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.